മക്കളും എല്ലാവരും ഉള്ളതാണ്. ഞങ്ങളിവിടെ കിടക്കേണ്ടത് സാറേ. അവകാശങ്ങൾ അക്ഷരങ്ങളായി മുന്നിലുണ്ട്. മാറ്റമുണ്ടായത് ദിവസങ്ങളുടെ കണക്കിൽ മാത്രമാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ കടന്നു പോകുന്ന പലർക്കും ഈ മുഖങ്ങൾ അറിയാം. അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളും അറിയാം. സമരം തുടങ്ങി 30-ാം ദിവസമാകുമ്പോഴും സർക്കാർ മാത്രം ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അതിൽ കൂടുതൽ ജനാധിപത്യ സർക്കാർ, ഈ തൊഴിലാളി സർക്കാർ ഞങ്ങളെ നീട്ടില്ല എന്നുള്ളൊരു, പ്രത്യേകിച്ച് ഞങ്ങളുടെ ആരോഗ്യമന്ത്രി വനിതയായതുകൊണ്ടും ഞങ്ങളുടെ വിഷമങ്ങൾ നേരിട്ടറിയാവുന്ന ആളായതുകൊണ്ടും നീട്ടില്ല എന്നൊരു നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇനി ഞങ്ങൾ വേഗോളം നിൽക്കാമെങ്കിൽ ഞങ്ങൾക്ക് 6 നിൽക്കാം. 3 മാസത്തെ ഓണറേറിയം 3 മാസത്തെ ഇൻസെന്റീവും തരാതെ കഷ്ടത്തിലാക്കിയ സർക്കാരേ. ഈ ദിവസങ്ങളിൽ വിമർശനങ്ങൾ മാത്രമല്ല, അധിക്ഷേപങ്ങളും ആശമാർക്ക് നേരെയുണ്ടായി. ഏറ്റവും ഒടുവിൽ അധിക്ഷേപ പരാമർശങ്ങൾക്കെതിരെ നിയമപരമായി നീങ്ങാൻ പോലും ആശാപ്രവർത്തകർ തയ്യാറായി. റോഡിനപ്പുറമാണെങ്കിലും അവകാശങ്ങൾ നേടി ആശാപ്രവർത്തകർ സന്തോഷത്തോടെ തിരികെ പോകണമെന്നാണ് കമലമ്മയുടെ ആഗ്രഹം. 35 വർഷം കൊണ്ട് ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നാൾ ഇങ്ങനെ കിടക്കണം കണ്ടിട്ടില്ലേ. അപ്പം അവർ വന്ന് തന്നെ ഇങ്ങനെ ഒരുപാട് നാൾ കിടക്കുന്നുണ്ട്. കുടുംബവും മക്കളെയും ഒക്കെ കൊണ്ടുവന്ന് വയസ്സായവരെയൊക്കെ കളഞ്ഞിട്ടല്ലേ ഇവർ ഇവിടെ വന്ന് കിടക്കുന്നത്. അതിനെ കൊണ്ട് ഒരു ഇത്ര നീതിയും കിട്ടണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഓണറേറിയം വർദ്ധിപ്പിക്കണം, പെൻഷൻ ആനുകൂല്യങ്ങൾ നടപ്പിലാക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ആശാപ്രവർത്തകർ ഉന്നയിക്കുന്നത്. സമരത്തിന്റെ 2-ാം ഘട്ടത്തിൽ സെക്രട്ടേറിയറ്റ് ഉപരോധം ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികൾ അരങ്ങേറും. അവകാശങ്ങൾ എവിടെയെന്ന ചോദ്യം തന്നെയാണ് 1-ാം ദിവസം മുതൽ ഇന്ന് വരെ ആശാപ്രവർത്തകർ ഉന്നയിക്കുന്നത്. അതിനിടയിൽ ഒരു ഘട്ടത്തിലും സർക്കാർ അനുഭാവപൂർണമായി സമീപിച്ചിട്ടില്ലെന്ന പരാതിയും അവർക്കുണ്ട്. ശ്യാമിനൊപ്പം രാഹുൽ ജിനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.